ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന പട്ടിക സർക്കാർ രാജ്ഭവന് കൈമാറി. സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ചു. എന്നാൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തീർപ്പാക്കിയ ശേഷം മാത്രം മതി നിയമനം എന്ന നിലപാടിലാണ് രാജ്ഭവൻ. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ. ഉമേഷ്, പിന്നെ ഗുഡ് മോർണിംഗ്. നമ്മൾ ആ വ്യവഹാരം അതിന്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ വിചാരിച്ചതാണ്. സുപ്രീം കോടതിയും അതിനുവേണ്ടി പണിപ്പെട്ടതാണ്. അപ്പോഴാണ് രാജ്ഭവന്റെ ഒരു പുതിയ വിട്ടുകൂടി അതിനുണ്ടായ ഒരു പുതിയ നിയമത്തിന്റെ വീണ്ടും കുരുക്കിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാടുണ്ടായത്. അപ്പൊ ഇനി ആ കുരുക്ക് കഴിയട്ടെ, അതുപോലെ അനാഥമായി കിടക്കട്ടെ സർവകലാശാലകൾ എന്നാണല്ലേ ഉമേഷ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും നിലവിൽ ലിസ്റ്റ് സർക്കാർ കൈമാറിയിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിരുന്നു. 4 പേർ വീതമുള്ള ചുരുക്കപ്പട്ടികയാണ് തയ്യാറാക്കിയത്. അതിന്റെ മുൻഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി. അതായത് ഇതിൽ സർക്കാരിന് താല്പര്യമുള്ള അല്ലെങ്കിൽ സർക്കാർ മുൻഗണനയായി കാണുന്ന ഒരാളുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെയാണ് ഒരു മുൻഗണനാ ക്രമം ക്രമീകരിച്ച് ഇപ്പോൾ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. അതേസമയം ഗവർണർ ആണ് ഇനി നിയമന പ്രക്രിയ നടത്തേണ്ടത്. അങ്ങനെയാണ് സർവകലാശാലകളുടെ ഒരു നിയമന രീതി. VC നിയമനം നടത്തേണ്ടത് ഗവർണറാണ്, പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക കൈമാറേണ്ടത് സർക്കാരുമാണ്. എന്തായാലും ആ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ VC നിയമനത്തിന്റെ മുൻഗണനാ ക്രമമുള്ള ഈ പട്ടിക ഉടൻ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് രാജ്ഭവൻ ഉള്ളത്. കാരണം നേരത്തെ തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിധി വന്ന ശേഷം ഗവർണർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ആദ്യം ഈ സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ, അത് ഒരു പട്ടിക തയ്യാറാക്കിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാം എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ പട്ടിക തയ്യാറാക്കിയ സാഹചര്യത്തിൽ, പട്ടിക തയ്യാറാക്കി കൈമാറിയ സാഹചര്യത്തിൽ പട്ടിക ലഭിച്ചു എന്നുള്ള വിവരം വീണ്ടും സുപ്രീം കോടതിയിൽ രാജ്ഭവൻ അറിയിക്കും. അതിനുശേഷം നേരത്തെ മാറ്റിവെച്ച ഹർജി ഒന്നുകൂടി പരിഗണിക്കുമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്ന ശേഷം മാത്രം മതി ഈ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ സർക്കാർ നൽകിയ മുൻഗണനാ പട്ടിക അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഈ സർവകലാശാലകൾ, സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും നിലവിൽ VC ഇല്ലാത്ത സാഹചര്യമാണ്. സ്ഥിരം VC ഇല്ലാത്ത സാഹചര്യമാണ്. ഈ നിലയിൽ തുടരട്ടെ. എങ്ങനെ എന്തായാലും ഏറ്റവും അടിയന്തരമായി VC നിയമനം നടത്തണമെന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വിധി വരുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം. നിലവിൽ അറിയാൻ കഴിയുന്നത് മുൻ VCമാർ, അതായത് 3 മുൻ VCമാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നിലവിലെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC സിസ തോമസ്, ഒപ്പം മുൻ സാങ്കേതിക സർവകലാശാല VC ജയശ്രീ അടക്കമുള്ളവർ ഈ പട്ടികയിലുണ്ട്. പക്ഷേ മുൻ VCമാർ ആരും ഇപ്പോഴത്തെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമത് വന്നിട്ടില്ല. വ്യവഹാരം തീരുന്നില്ല. അത് നാളെ നീളുന്ന മട്ടിൽ അത് പിന്നെ മുന്നോട്ടേക്ക് പോകും. അതുവരെ ഈ പറയുന്ന സർവകലാശാല അനാഥമായി കിടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.